അസ്സലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. അപ്പൊ ആദ്യം തന്നെ ഇതിനായിട്ട് 250 ml കപ്പിന് 1 കപ്പ് പച്ചരി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഇടിയപ്പം, അപ്പം, പുട്ട്, ദോശക്കൊക്കെ എടുക്കുന്ന സാധാരണ പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ 250 ml കപ്പിന് 1 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലത്തെ അളവ് കപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ വലിപ്പമുള്ള വീട്ടിലുള്ള ഏതെങ്കിലും ഒരു ഗ്ലാസ് എടുക്കുക. ആ ഗ്ലാസിന്റെ വലിപ്പത്തിനനുസരിച്ചിട്ട് അരി അളന്നിട്ടെടുക്കാം. ഇനി അതിന് നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഇപ്പൊ പച്ചരി നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അരി ഒന്ന് കുതിർത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കാം. അരി മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ ഇതുപോലെ വെള്ളം ഒഴിച്ച് ഒരു 2 മണിക്കൂറെങ്കിലും കുതിർക്കാൻ വെക്കാം. ഇപ്പൊ നമ്മൾ പച്ചരി വെള്ളം ഒഴിച്ച് കുതിർക്കാൻ വെച്ചിട്ട് ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഒരു പച്ചരി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് കുതിർന്ന് കിട്ടും. നല്ലോണം കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലുള്ള വെള്ളം നമുക്ക് മാറ്റിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് അരി ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മള് വെള്ളം മാറ്റിയ പച്ചരി മുഴുവനും ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അരച്ചെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 250 ml കപ്പിന് 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അരച്ചെടുക്കുന്ന സമയത്ത് വെള്ളം കുറവുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം അധികം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ഏത് ഗ്ലാസ്സിലാണോ അരി അളന്നെടുക്കുന്നത് ആ ഗ്ലാസിന്റെ അരഭാഗത്തോളം വെള്ളമാണ് നമ്മൾ അരി അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് എടുക്കേണ്ടത്. ഇനി നല്ല സ്മൂത്ത് ആയിട്ട് ഒട്ടും തരിയൊന്നും ഇല്ലാതെ നല്ലോണം ഒന്ന് അരച്ചെടുക്കാം. ഇപ്പം ഇതാ അരി അരച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും തരിയൊന്നുമില്ലാതെ ഇതുപോലെ നല്ല സ്മൂത്ത് ആയിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്ത 1/2 കപ്പ് വെള്ളത്തിൽ തന്നെയാണ് അരി അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യമേ ഒരുപാട് വെള്ളം ഒഴിക്കാതെ കറക്റ്റ് അളവിന് മാത്രം വെള്ളം ഒഴിച്ച് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കുക. ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് അരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അരഞ്ഞു കിട്ടില്ല. നോക്കുന്ന സമയത്ത് ഒട്ടും തരിയൊന്നും ഉണ്ടാവാൻ പാടില്ല. ഇനി നമ്മൾ അരച്ചെടുത്ത മാവ് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. 250 ml കപ്പിന് 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ എത്രയാണോ അരി അളന്നെടുത്തിട്ടുള്ളത് ആ കപ്പിന്റെ അളവിൽ ഇരട്ടി വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. 1 കപ്പ് അരിയാണെന്നുണ്ടെങ്കിൽ 2 കപ്പ് വെള്ളമാണ് എടുക്കേണ്ടത്. ഞാനിപ്പോൾ അരി അരയ്ക്കുന്ന സമയത്ത് ഞാൻ 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തു. ഇപ്പോൾ വീണ്ടും 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുത്തു. അപ്പോൾ 2 കപ്പ് വെള്ളമാണ് ടോട്ടൽ എടുത്തിട്ടുള്ളത്. ഒന്ന് സ്പൂൺ വെച്ചോ തടിത്തവി വെച്ചോ ഇളക്കി യോജിപ്പിക്കാം. നമ്മൾ ഗ്ലാസ്സിൽ അളന്ന് അരി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഗ്ലാസിന്റെ അളവിൽ തന്നെ ഇരട്ടി വെള്ളം എടുക്കുക. 1 ഗ്ലാസ് അരിയാണെന്നുണ്ടെങ്കിൽ 2 ഗ്ലാസ് വെള്ളം എടുക്കുക. അതിൽ പകുതി ഗ്ലാസ് വെള്ളം നമ്മൾ അരി അരച്ചെടുക്കുന്ന സമയത്ത് ഒഴിക്കാം. ബാക്കി 1/2 ഗ്ലാസ് വെള്ളം ഇതുപോലെ മാവ് അരച്ചെടുത്തതിന് ശേഷം ഒഴിച്ചു കൊടുത്താൽ മതി. ആദ്യമേ നമ്മൾ 2 ഗ്ലാസ് വെള്ളം അളന്ന് വെക്കുക. എന്നിട്ട് നമ്മൾ അരി അരച്ചെടുക്കുന്ന സമയത്ത് ആവശ്യത്തിന് കുറച്ച് വീതം വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുക. ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചും ഒക്കെ എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയുടെ ആ നാടൻ ഒരു ടേസ്റ്റും ആ ഒരു ഫ്ലേവറും കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഞാൻ ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല. എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷമാണ് ഫ്ലെയിം ഓൺ ആക്കേണ്ടത്. എല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തു. ആദ്യം മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം കുറച്ച് കൊടുക്കുക. ആദ്യമേ ഫ്ലെയിം കൂട്ടിയിടരുത്. സാധാരണ നമ്മൾ ഇടിയപ്പം തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തിളച്ച വെള്ളത്തിലേക്ക് പൊടിയിട്ട് വാട്ടിയല്ലേ എടുക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് വെള്ളം കറക്റ്റായിട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ മാവ് കറക്റ്റ് പരുവത്തിന് കിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടെടുക്കുമ്പോൾ ഒരു പ്രശ്നവും വരില്ല. സാധാരണ നമ്മൾ മാവ് കിണ്ടിയെടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റും ആയിരിക്കും കഴിക്കാനായിട്ട്. ഇതുപോലെ ചെറിയ ചെറിയ കട്ടകൾ പോലെ വരുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുക. കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കണം. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി കിട്ടും. പാനിൽ നിന്ന് നമുക്ക് വിട്ട് വരണം. അതുവരെയും ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിൽ വെള്ളം കൂടിയെന്ന് പറഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ല. വെള്ളം കുറയാതിരുന്നാൽ മാത്രം മതി. കുറച്ച് വെള്ളം കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല.
പാത്രം എടുക്കുന്ന സമയത്ത് കുറച്ച് അടികട്ടിയുള്ള പാത്രം എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അടി പിടിക്കാതെ നമുക്ക് കറക്റ്റായിട്ട് നമുക്കിത് ഇളക്കിയെടുക്കാൻ പറ്റും. നോൺ സ്റ്റിക്കിൻ്റെ പാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എടുക്കുകയായിരിക്കും നല്ലത്. കുറച്ചും കൂടി 2 മിനിറ്റ് പോലും വേണ്ട. അതാ കണ്ടില്ലേ, പെട്ടെന്ന് റെഡിയായി കിട്ടും. അപ്പോൾ കണ്ടില്ലേ, പാനിൽ നിന്ന് ഇതാ വിട്ട് വരാറായി വന്നിട്ടുണ്ട്. മാവെല്ലാം കറക്റ്റായിട്ട് ഇതാ ഉരുട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പാനിൽ നിന്ന് എന്താ വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവം വരെ നമുക്ക് ഇളക്കി കൊടുക്കേണ്ടി വരും. അപ്പോൾ ഒന്ന് പ്രസ് ചെയ്ത് ഇതുപോലെ നാക്കിയെടുക്കുക. ഇപ്പോൾ ഇതാ പാനിൽ നിന്ന് വിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവം ആവുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കേണ്ടി വരും. എന്നിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. കട്ടകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉടഞ്ഞ് കിട്ടിക്കോളും. മാവ് കറക്റ്റ് പരുവത്തിന് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി മാവ് ഈ പാനിൽ തന്നെ വെച്ചിരിക്കുന്നത്. പാൻ നല്ല ചൂടാണ്. അപ്പോൾ ഈ ചൂട് കൊണ്ട് മാവ് ഡ്രൈ ആയി പോകും. അതുകൊണ്ട് നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ആ ചൂടോടുകൂടി തന്നെ ഈ മാവ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി മാവ് കുറച്ച് സമയം ഒന്ന് മൂടി വെച്ച് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഈ മാവ് നമുക്ക് ചൂടോടുകൂടി കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിപ്പുണ്ട്. സാധാരണ നമ്മൾ മാവ് പച്ചവെള്ളത്തിലിട്ട് റെഡിയാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ചൂടോടുകൂടി തന്നെ കുഴച്ചെടുത്തിരുന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടില്ല. അപ്പം ഇങ്ങനെ ചെയ്തിട്ടെടുക്കുന്ന മാവില് നമ്മൾ കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് സമയം ഈ മാവൊന്ന് മൂടി വെച്ച് കൊടുക്കുക. അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് മാവ് വെന്ത് കിട്ടും. ഈ ഒരു സമയം കൊണ്ട് ചൂടായി കിടക്കുന്ന ഒരു കടായിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടാവട്ടെ. എണ്ണ ഒന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകം ചതച്ചത് ചേർത്ത് കൊടുക്കുക. പെരിഞ്ജീരകമാണ്, ചെറിയ ജീരകമല്ല. അതുപോലെ തന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു ഏലക്ക ചതച്ചെടുത്തതാണ്. തൊണ്ട് മാറ്റിയിട്ട് വേണമെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പൊ നല്ലൊരു പെരിഞ്ജീരകം മൂത്തതിന്റെ ഒരു മണമൊക്കെ വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 10 അല്ലി വെളുത്തുള്ളി അല്ലി ചതച്ചെടുത്തിട്ടുള്ളതാണ്. ചതച്ചെടുക്കുമ്പോൾ മാത്രമേ പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിന്റെ പച്ചമണം മാറി കിട്ടുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഒരു 20 സെക്കൻഡ് ആയപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ ഒരു പച്ച ചുവയൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഈ ഒരു സമയം ഇതിലേക്ക് 5 സവാള നീളത്തിൽ ഇതുപോലെ കട്ട് ചെയ്തെടുത്തതും കൂടി ചേർത്ത് കൊടുക്കാം. വലിയ സവാളയാണെന്നുണ്ടെങ്കിൽ 4 എണ്ണമൊക്കെ എടുത്താൽ മതിയാകും. ചെറിയ മീഡിയം സൈസ് സവാള ആയതുകൊണ്ടാണ് 5 എണ്ണം എടുത്തിട്ടുള്ളത്. സവാള പെട്ടെന്ന് വാടി കിട്ടുന്നതിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. നോക്കിയിട്ട് പിന്നീട് ലാസ്റ്റ് ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഒന്ന് ഇളക്കി കൊടുക്കാം. സവാള എല്ലാം നന്നായിട്ടൊന്ന് വാടി വരട്ടെ. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. ഇപ്പോൾ സവാളൊക്കെ ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയം ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇത് എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് 1 എണ്ണം എടുത്തിട്ടുള്ളത്. എരിവില്ലാത്ത പച്ചമുളകാണെന്നുണ്ടെങ്കിൽ 2 എണ്ണം വരെ എടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സവാളയൊക്കെ വഴന്ന് ചെറിയൊരു ഗോൾഡൻ നിറം ആവുന്നത് വരെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. അപ്പോൾ സവാള എല്ലാം ഒരു ഗോൾഡൻ നിറമായിട്ടുണ്ട്. ഈ ഒരു സമയം ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. സാധാരണ എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാകും. നമ്മളിതിൽ പച്ചമുളക് ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് മാത്രം മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇനി 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. അതിന് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയാണ്. കൂടിപ്പോകരുത്, ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. പൊടിയുടെ പച്ചമണം മാറി കിട്ടുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. പെട്ടെന്ന് തന്നെ പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ട് നമ്മൾ വഴറ്റിയെടുത്ത ചൂടായ സവാളയിലല്ലേ നമ്മൾ ഈ പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു വലിയ തക്കാളി ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കാം. ചെറുതാണെങ്കിൽ 2 എണ്ണം ചേർത്ത് കൊടുക്കുക, വലുതാണെങ്കിൽ 1 എണ്ണം ചേർത്ത് കൊടുത്താൽ മതി. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം തക്കാളി എല്ലാം ഒന്ന് സോഫ്റ്റായി കിട്ടുന്നത് വരെ നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് തന്നെ വെച്ച് കൊടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക.
തക്കാളി ചേർത്ത് കൊടുത്തതിന് ശേഷം മൂടി വെച്ച് വേവിക്കാൻ തുടങ്ങിയിട്ട് ഒരു 2 മിനിറ്റായി ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ തക്കാളിയെല്ലാം നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയം ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ നോക്കിയപ്പോൾ ഉപ്പ് കുറവായതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. നല്ല പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. ഞാനിപ്പോൾ പഞ്ചസാര ചേർക്കുന്നില്ല. ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇതുപോലെ ഒന്ന് ഞെരടി ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ മുട്ട പുഴുങ്ങിയെടുത്തിട്ട് ഇത് വരഞ്ഞ് വെച്ചിരിക്കുകയാണ്. 5 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. എല്ലാം കൂടിയിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഫ്ലെയിം കുറച്ച് തന്നെ വെച്ച് കൊടുക്കാം. ഇനി മുട്ടയിലും കൂടി ഒന്ന് മസാല പിടിച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു 30 സെക്കൻഡ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ മുട്ട വെച്ച് കൊടുത്തതിന് ശേഷം ഒരു 30 സെക്കൻഡ് ഇതാ കഴിഞ്ഞിട്ടുണ്ട്. മുട്ട ഒന്ന് നല്ലതുപോലെ ചൂടാവണം. ഇനി ഇത് തുറന്ന് നോക്കാം. അപ്പോൾ തന്നെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന മുട്ട റോസ്റ്റ് ഇതാ ഇവിടെ റെഡിയായിട്ടുണ്ട്. നമ്മളിതിൽ ഒട്ടും തന്നെ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. അങ്ങനെ വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന മുട്ട റോസ്റ്റ് ഇതവിടെ റെഡിയായിട്ടുണ്ട്. ഇവിടെ ഇരിക്കട്ടെ. ഇപ്പം നമ്മൾ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 5 മിനിറ്റ് മാത്രമേ ആയിട്ടുള്ളൂ. ഇനി നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് പിടിച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റും മാവ് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. സാധാരണ നമ്മൾ ഇടിയപ്പത്തിന് മാവ് തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ചൂടോടുകൂടി തന്നെ നമ്മൾ കുഴച്ചെടുക്കണം. അല്ലെങ്കിൽ സോഫ്റ്റായിട്ട് മാവ് കിട്ടില്ല. അപ്പോൾ കൈ പൊള്ളാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടെടുക്കുമ്പോൾ കൈ പൊള്ളുകയോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. ഇനി ഇതിൽ നിന്നും കുറച്ച് മാവ് എടുക്കാം. ഇനിയിപ്പം നമ്മൾ ഇടിയപ്പം പിഴിഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ട് സേവനാഴി എടുത്തിട്ടുണ്ട്. ഒട്ടിപ്പിടിക്കാതിരിക്കാൻ ഇതിൻ്റെ എല്ലാ ഭാഗത്തും കുറച്ച് എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ആദ്യത്തെ ഒരു തവണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലത്തെ ചെറിയ ഹോളുള്ള ചില്ലാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് സേവനാഴിയിലേക്ക് മാവിട്ട് കൊടുക്കാം. ഒരു 3/4 ഭാഗത്തോളം മാവിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് സേവനാഴി ഒന്ന് അടച്ചു കൊടുക്കാം. ഇനി നമുക്ക് മാവൊന്ന് പിഴിഞ്ഞൊഴിക്കാം. ഇപ്പം ഞാൻ ഇടിയപ്പം പിഴിഞ്ഞൊഴിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു വാഴയില അതാ എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. വാഴയില ഉണ്ടെന്നുണ്ടെങ്കിൽ വാഴയില എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല. ഇടിയപ്പത്തിൻ്റെ അട്ടിൽ വെച്ചിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ വാഴയിലയിൽ കുറച്ച് തേങ്ങ ഒന്ന് ഇട്ട് കൊടുക്കാം. ഒന്ന് വിതറി ഇട്ട് കൊടുക്കാം. തേങ്ങ വേണമെന്നുള്ളവർക്ക് മാത്രം ഇട്ട് കൊടുത്താൽ മതി. കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. ഇനി മാവൊന്ന് പിഴിഞ്ഞൊഴിക്കാം. കണ്ടില്ല, നല്ല സ്മൂത്തായിട്ട് തന്നെ നമുക്ക് പിഴിഞ്ഞൊഴിക്കാൻ പറ്റുന്നുണ്ട്. എത്ര കനം വേണം അതിനനുസരിച്ചിട്ട് പിഴിഞ്ഞിട്ടൊഴിക്കുക. ഇപ്പൊ കണ്ടില്ല എത്ര പെട്ടെന്നാണ് മാവ് പിഴിഞ്ഞെടുത്തിട്ടുള്ളത്. അത്രയ്ക്ക് മാവ് നല്ല സോഫ്റ്റാണ്. ഇനി വാഴയിൽ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇടിയപ്പത്തട്ട് എടുത്തിട്ട് അതിൽ പിഴിഞ്ഞൊഴിച്ചാലും മതി. പുറത്തൊക്കെ താമസിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ വാഴയിലയും അല്ലെങ്കിൽ ഇടിയപ്പത്തട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ബട്ടർ പേപ്പറിൽ പിഴിഞ്ഞൊഴിച്ചാലും മതി. ഇപ്പം ഞാൻ എന്താ ഇടിയപ്പത്തിൻ്റെ ഒരു തട്ട് എടുത്തിട്ടുണ്ട്. എല്ലാ കുഴികളിലും കുറച്ച് എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ ബ്രഷ് ചെയ്ത് കൊടുക്കാം. കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. നമ്മൾ മാവ് തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് തേങ്ങാപ്പാൽ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ഇതിൽ തേങ്ങ ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നത് കൊണ്ടാണ് തേങ്ങാപ്പാൽ ചേർക്കാത്തത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ അരി അരച്ചെടുക്കുന്ന സമയത്ത് ഒരു 1/2 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ അത് എല്ലാ കുഴികളിലും നമ്മൾ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് പിഴിഞ്ഞൊഴിക്കാം. കണ്ടല്ലോ നല്ല സ്മൂത്തായിട്ടാണ് വരുന്നത്.
അപ്പം നമുക്ക് മാവ് ഇനി വറുത്ത് പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ പച്ചരി വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് കുതിർത്തെടുത്ത് അരച്ച് ഇടിയപ്പം റെഡിയാക്കി എടുക്കാൻ പറ്റും. പച്ചരി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് കുതിർന്ന് കിട്ടുകയും ചെയ്യും. ഇപ്പം എല്ലാ കുഴികളിലും മാവ് പിഴിഞ്ഞൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ആവിയേറ്റ് വേവിച്ചിട്ടെടുക്കാം. ഇനി നമ്മൾ പിഴിഞ്ഞെടുത്ത ഇടിയപ്പം ആവിയേറ്റ് വേവിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതുപോലത്തെ ഇടിയപ്പച്ചെമ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കടായി എടുത്താലും മതി. എന്നിട്ട് കുറച്ച് വെള്ളം തിളപ്പിക്കാം. അപ്പോൾ നമ്മൾ സ്റ്റീമറിൽ അല്ലെങ്കിൽ ഇതുപോലത്തെ തട്ട് വാങ്ങാൻ കിട്ടും. ഇടിയപ്പച്ചെമ്പ് വാങ്ങുമ്പോൾ അങ്ങനെയും കിട്ടും, സ്റ്റീമർ വാങ്ങുമ്പോൾ അതിലും കിട്ടും. അല്ലാതെ സെപ്പറേറ്റ് നമുക്ക് വാങ്ങാൻ കിട്ടും. ഇതുപോലെ ചെറിയ ഹോളുള്ള ഒരു തട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ഒരുപാട് വെച്ച് കൊടുക്കരുത്. അപ്പോൾ ഇതുപോലെ ഒരു 4 എണ്ണമൊക്കെ വെച്ച് കൊടുത്താൽ മതിയാവും. ഒരുപാട് വെച്ച് കൊടുക്കരുത്, എന്നാൽ പിന്നെ ഒട്ടിപ്പിടിക്കും. അതിന് നമുക്ക് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊരു 10 മിനിറ്റ് ആവിയിട്ട് വേവിച്ചിട്ടെടുക്കാം. അപ്പം നമ്മളിത് ഇടിയപ്പം ആവിയേറ്റാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയി. ഇനി നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ നമുക്ക് തൊട്ട് നോക്കുമ്പോൾ അറിയാൻ പറ്റും ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല. കറക്റ്റായിട്ട് ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ചൂടോടുകൂടി എടുക്കരുത്. ജസ്റ്റ് ഒരു 30 സെക്കൻഡൊക്കെ കഴിഞ്ഞ് ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം മാത്രമേ എടുക്കാവൂ, അല്ലെങ്കിൽ കൈ പൊള്ളാൻ സാധ്യതയുണ്ട്. 30 സെക്കൻഡ് കഴിയുമ്പോൾ ഇടിയപ്പച്ചെമ്പിൽ നിന്നും എടുത്ത് മാറ്റാം. അതുപോലെ തന്നെ ഒരുപാട് വെച്ച് കൊടുത്ത് ആവിയേറ്റ് വേവിച്ചെടുക്കരുത്. പരസ്പരം ഒട്ടിപ്പിടിച്ച് വെന്ത് കിട്ടില്ല. അടുത്തത് നമുക്ക് ഇടിയപ്പത്തട്ടിൽ മാവ് പിഴിഞ്ഞൊഴിച്ച് എടുത്തിട്ടുള്ളതും കൂടി ആവിയേറ്റ് ഒന്ന് വേവിച്ചിട്ടെടുക്കാം. ഇനി ഇത് ഒരു 10 മിനിറ്റ് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ആവിയേറ്റ് വേവിച്ചിട്ടെടുക്കാം. ഇപ്പം നമ്മൾ ഇടിയപ്പത്തട്ടിൽ ആവിയേറ്റാൻ വെച്ചിട്ട് അതാ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് തുറന്ന് നോക്കാം. ഒട്ടിപ്പിടിക്കാതെ കറക്റ്റായിട്ട് ഇതാ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇടിയപ്പച്ചെമ്പിൽ നിന്ന് ഈ തട്ടെടുത്ത് മാറ്റാം. അപ്പോൾ നമ്മൾ ഇലയിൽ പിഴിഞ്ഞെടുത്ത് ആവിയേറ്റ് വേവിച്ചെടുത്തിട്ടുള്ള ഇടിയപ്പം ദാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ല, നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ കണ്ടില്ല, ഈസി ആയിട്ട് നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ കണ്ടില്ല, നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഈ ഇടിയപ്പം ഇരിക്കുന്നത്. ലെയറൊക്കെ വിട്ട് വരുന്നുണ്ട്. ഇതിൻ്റെ ലെയറൊക്കെ അതാ വിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്, കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളി ടേസ്റ്റുമാണ്. ഇപ്പം ഞാനിത് ഇടിയപ്പത്തട്ടിൽ റെഡിയാക്കി എടുത്തിട്ടുള്ള ഇടിയപ്പമാണ്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പം കണ്ടില്ലേ, ഒട്ടും ഒട്ടിപ്പിടിക്കാതെ ഇതാ കറക്റ്റായിട്ട് ഇതാ കിട്ടിയിട്ടുണ്ട്. നമ്മളിതിൽ തേങ്ങ ചേർത്തുകൊണ്ട് ഒട്ടും ഒട്ടിപ്പിടിക്കാതെ ഇതാ കറക്റ്റ് പരുവത്തിന് കിട്ടിയിട്ടുണ്ട്. നമ്മൾ സാധാരണ തിളച്ച വെള്ളത്തിൽ മാവ് കുഴച്ച് തയ്യാറാക്കി എടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റുമാണ് ഈ ഇടിയപ്പം. ഇനി മാവ് വറുത്ത് പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ പച്ചരി വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഈസി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇടിയപ്പം വീട്ടിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് കാണിച്ചു തരാം. ഇപ്പോൾ കണ്ടില്ലേ, നല്ല ലെയറൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. പൊട്ടിപ്പിടിക്കാതെ നല്ല കറക്റ്റായിട്ട് ഇതാ കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മുടെ മുട്ട റോസ്റ്റും ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പവും വളരെ വേഗത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റുള്ള മുട്ട റോസ്റ്റും ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പം നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്